കേരളത്തിലെ ആരോഗ്യരംഗത്തെ തകർച്ചയെയും സർക്കാരിന്റെ ക്രൂരമായ അവഗണനയെയും തുറന്നുകാട്ടി ഷാഫി പറമ്പിൽ MP ഒരു കിടിലൻ പ്രസംഗം നടത്തിയിരിക്കുകയാണ്. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന പിണറായി സർക്കാരിനും ആരോഗ്യമന്ത്രിക്കും നേരെ സാധാരണക്കാരുടെ വേദനകൾ എണ്ണി പറഞ്ഞാണ് ഷാഫി ആഞ്ഞടിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച ഹർഷീന എന്ന സഹോദരിയുടെ ദുരവസ്ഥയെ കുറിച്ച് ഷാഫി എടുത്തു പറഞ്ഞു. വർഷങ്ങളോളം ആ വേദനയും കൊണ്ട് നടന്ന ഹർഷീനയ്ക്ക് വെറും 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകി ആക്ഷേപിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. എന്നാൽ കോഴിക്കോട് അങ്ങാടിയിൽ ആരോഗ്യ വകുപ്പിന്റെ പരസ്യം വെക്കാൻ ലക്ഷങ്ങൾ ചിലവാക്കുന്ന സർക്കാരിന് ആ പാവപ്പെട്ട സ്ത്രീയുടെ ജീവിതം നയിക്കാൻ ഒരു ചെറിയ തുക നൽകാൻ പോലും മനസ്സില്ലെന്ന് ഷാഫി കുറ്റപ്പെടുത്തി. ഒന്നായി തുടരാം എന്ന പരസ്യവാചകം പറയുന്ന സർക്കാരിനോട് നിങ്ങളുമായി ഒന്നായി തുടരാൻ കേരളത്തിലെ ജനതയില്ല എന്ന് അദ്ദേഹം തുറന്നടിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ച വേണു എന്ന രോഗിയുടെ ഹൃദയഭേദകമായ വോയിസ് മെസ്സേജിനെ കുറിച്ചും ഷാഫി സംസാരിക്കുകയുണ്ടായി. എനിക്ക് അറ്റാക്ക് വന്നിട്ട് 5 ദിവസമായി, ഒരു ചികിത്സയും കിട്ടുന്നില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിന്റെ ഉത്തരവാദി അധികൃതരാണ് എന്ന് കരഞ്ഞു പറഞ്ഞ ആ മനുഷ്യൻ മണിക്കൂറുകൾക്കുള്ളിൽ മരിച്ചു വീണു. അതുപോലെ ശ്വാസം മുട്ടി ആശുപത്രി വരാന്തയിൽ നിന്ന് പിടഞ്ഞു മരിച്ച ബിസ്മീർ എന്ന യുവാവിന്റെ കാര്യത്തിലും സർക്കാർ കാണിച്ച അനാസ്ഥ ഷാഫി ചൂണ്ടിക്കാട്ടി. ഡിസ്റ്റർബിംഗ് വിഷ്വൽസ് എന്ന ചാനലുകൾക്ക് എഴുതി കാണിക്കേണ്ടി വരുന്ന അത്രയും ഭീകരമായ അവസ്ഥയാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഉള്ളതെന്ന് ഷാഫി പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഉഷ എന്ന സഹോദരിയുടെ വയറ്റിൽ കത്രിക ഇരുന്നിട്ടും അത് നിസാരമായി കണ്ട സർക്കാരിനെയും ഡോക്ടറെയും അദ്ദേഹം വിമർശിച്ചു. മന്ത്രി കാണിച്ചു കൊടുത്ത അതേ അഹങ്കാരവും ശരീരഭാഷയുമാണ് അവിടുത്തെ ഡോക്ടർമാരും കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒടുവിൽ പ്രതിപക്ഷത്തിന്റെ ഇടപെടലിലൂടെയാണ് ആ സഹോദരിക്ക് ശസ്ത്രക്രിയയും സഹായവും ലഭിച്ചത്. സാധാരണക്കാരുടെ ജീവന് ഒരു വിലയും നൽകാത്ത സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ മാത്രം കോടികൾ പൊടിക്കുന്ന ഈ സർക്കാരിന്റെ ക്രൂരതയ്ക്കെതിരെ പ്രതികരിക്കാൻ KSUവും യൂത്ത് കോൺഗ്രസും ഒരു തമ്പുരാന്റെ മുൻപിലും മുട്ടുമടക്കില്ല എന്നും ഷാഫി പറമ്പിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ കൊല്ലങ്ങൾ അത്രയും വയറ്റിൽ ഈ കത്രികയും കൊണ്ട് നടന്ന് നിത്യരോഗിയായിട്ടുള്ള ഒരു സ്ത്രീക്ക്, ഒരു സഹോദരിക്ക്, ഒരമ്മയ്ക്ക് ജീവിതകാലം മുഴുവൻ ഇനി ആ രോഗത്തോട് മല്ലിടേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ട് വെറും 2 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി കൊടുക്കാമെന്ന് പറഞ്ഞത്. ആത്മാഭിമാനമുള്ള ആ സഹോദരി അത് വാങ്ങാൻ തയ്യാറായില്ല. എന്നാൽ ഇന്നേ വരെ അവരെ വിളിച്ചു ചേർത്തിട്ട് ഒരു തെറ്റുപറ്റിയതാണ്, ബോധപൂർവമല്ല, അത് പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന് പറയാൻ ഈ ഗവൺമെന്റ് അവർക്ക് എന്തെങ്കിലും ഞാൻ പിണറായി വിജയന്റെ ഗവൺമെന്റിനോട് ചോദിക്കുന്നു, കോഴിക്കോട്ട് അങ്ങാടിയിൽ നിങ്ങളുടെ ചിരിക്കുന്ന മുഖം വെക്കാൻ അതിനേക്കാൾ ലക്ഷങ്ങൾ നിങ്ങൾ ചെലവാക്കിയിട്ടില്ലേ? ആരോഗ്യ വകുപ്പിന്റെ ഉൾപ്പെടെയുള്ള പരസ്യങ്ങൾ ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ ഹോർഡിംഗ്സ് ആക്കി വെക്കാൻ ഇതിനേക്കാൾ തുക നിങ്ങൾ ചെലവാക്കിയിട്ടില്ലേ? ആ ഹോർഡിംഗ്സിന് വെക്കുന്ന പൈസ ഇവിടെ 1000-1 പ്രിയപ്പെട്ട ആ സഹോദരിയുടെ ശിഷ്ടകാലത്തെ ജീവിതത്തിലേക്ക് മാറ്റിവെക്കാൻ മനസ്സനുവദിക്കാത്ത ഗവൺമെന്റിന്റെ ക്രൂരത. ഞങ്ങൾ ഒരു കാര്യം പറയുന്നു, നിങ്ങൾ ഇനി ഒന്നായി തുടരില്ല. കേരളത്തിലെ ജനങ്ങളും നിങ്ങളും 2ആയി പിളരും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ പരസ്യവാചകങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഒന്നായി തുടരുമെന്നില്ല. കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇനി നിങ്ങളുമായി ഒന്നായി തുടരാൻ കേരളത്തിലെ ജനതയില്ല. നിങ്ങളുമായി 2ആയി പിളരാൻ കേരളം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കിഫ്ബിയിൽ നിന്ന് 100 കോടി രൂപയോളം പരസ്യത്തിന് നീക്കിവെച്ച ഒരു ഗവൺമെന്റിന് ആ പാവപ്പെട്ട സഹോദരിയുടെ ശിഷ്ടകാലത്തെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരു നഷ്ടപരിഹാരം ജീവിക്കാവുന്ന തരത്തിൽ കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ പിന്നെ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു നാണമില്ലാതെ ചോദിക്കുക ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത് എന്നുള്ളത്. എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ സഹോദരിയുടെ കാര്യത്തിൽ പോലീസ് കേസ് അന്വേഷിച്ചു, അതും കൂടെ അറിയണം. പോലീസ് കേസ് അന്വേഷിച്ചിട്ട് അത് കോടതിയിലേക്ക് എത്തി. അവർക്കെതിരെ നടപടികൾ എടുക്കാൻ കോടതിയിലേക്ക് എത്തിയപ്പോ കോടതിയിൽ പ്രതികൾ സ്റ്റേക്ക് പോയി. 2 ഡോക്ടർമാരും 2 നഴ്സുമാരും അവരതിന് ഉത്തരവാദികളാണെന്ന് അന്വേഷിച്ചവർ കണ്ടെത്തി. എന്നിട്ട് കോടതിയിലേക്ക് പോയപ്പോ അവിടെ സ്റ്റേ വന്നു. ഓർക്കണം, ലജ്ജയോടെ ഓർക്കണം, ആ സ്റ്റേ വെക്കേറ്റ് ചെയ്ത് ഈ സാധാരണക്കാരിയായ സ്ത്രീക്കൊപ്പം നിൽക്കാൻ ഈ ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ താല്പര്യം കാണിച്ചില്ല. നിങ്ങളുടെ ഫാൾസ് ഈഗോ, നിങ്ങളുടെ ദുരഭിമാനം, നിങ്ങളുടെ പിടിവാശി മനുഷ്യരുടെ ജീവനും സ്വത്തും കൈയും കാലും ഒക്കെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ഞങ്ങളെ നോക്കിയിട്ട് പിന്നെ സമരം കൂടെ ചെയ്യരുതെന്ന് പറഞ്ഞ ഒരു തമ്പ്രാന്റെ മുമ്പിലും മുട്ടുമടക്കി നിൽക്കുന്നവരല്ല KSUക്കാരും യൂത്ത് കോൺഗ്രസുകാരും എന്ന്
കേരളത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലും നിങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. കഴിഞ്ഞ ദിവസം വേണു എന്ന് പറയുന്ന ഒരു സഹോദരന്റെ വോയിസ് മെസ്സേജ് കേട്ടോ? ജയന്തേട്ടാ, അഭിത്ത് കേട്ടിരുന്നോ? ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് കൊല്ലത്ത് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു പോയൊരു രോഗി. ആ രോഗി ചേച്ചി 5 ദിവസം അവിടെ കടന്നു. 5 ദിവസം. ആ 5 ദിവസം അവിടെ കിടന്നിട്ട് അവർക്ക് ഒരു ട്രീറ്റ്മെന്റും കിട്ടാതെ, ഒരു ചികിത്സയും കൊടുക്കാതെ അവിടെ ഇരുന്നിട്ട് അവസാനം അൻവർ സാദത്ത് എന്ന് പറയുന്ന ഒരു സഹോദരന് മെസ്സേജ് അയക്കാണ്, വോയിസ് മെസ്സേജ്. സുവിൻ, ആ വോയിസ് മെസ്സേജിൽ എന്താ പറയുന്നത്? എനിക്ക് അറ്റാക്ക് ഉണ്ടായിട്ട് വന്നതാണ് ഞാനിവിടെ. 5 ദിവസമായിട്ട് എനിക്ക് ഒരു ട്രീറ്റ്മെന്റും കിട്ടിയിട്ടില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരാണ് ഇതിന്റെ ഉത്തരവാദികൾ എന്ന് പറഞ്ഞ് ഈ വോയിസ് മെസ്സേജ് നീ പുറത്തുവിടണമെന്ന് പറഞ്ഞ് അൻവർ സാദത്ത് എന്ന് പറയുന്ന ഒരു സുഹൃത്തിന് ആ മെസ്സേജ് ഇയാൾ ആ കിടക്കയിൽ നിന്ന് ഇയാൾ അയക്കുക. ഏറ്റവും ഖേദകരം എന്ന് പറഞ്ഞിട്ട് ആ മെസ്സേജ് റിസീവ് ചെയ്ത ആൾക്ക് അതിൽ നിന്ന് ആക്ട് ചെയ്യാനുള്ള സമയം പോലും കിട്ടിയില്ല. മണിക്കൂറുകൾക്കുള്ളിൽ അയാളെ തേടി വരുന്നത് ഈ മനുഷ്യൻ മരിച്ചു എന്നുള്ള വാർത്തയാണ്. എന്നിട്ട് ഒരു മന്ത്രി എഴുന്നേറ്റ് ചോദിക്കാൻ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളത്. ഒരു മന്ത്രി എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുക, നിങ്ങള് ബിസ്മീർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തുകാരന്റെ നെയ്യാറ്റിങ്കര ആശുപത്രിയിലെ വിഷ്വൽസ് ചാനലുകൾ എഴുതി കാണിച്ചതുപോലെ, വാണിംഗ് കൊടുത്തതുപോലെ ഡിസ്റ്റർബിംഗ് വിഷ്വൽസ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കേണ്ടി വന്നത് എന്താ? ശ്വാസം മുട്ടിച്ചെന്ന ഒരാൾ ആ വരാന്തയിൽ കസേരയിൽ നിന്ന് ഇരിക്കാൻ പറ്റാതെ നിൽക്കുന്നതും തിരിയുന്നതും ചെരിയുന്നതും ഭാര്യയെ ആശ്വസിപ്പിക്കുന്നതും അപ്പോഴെങ്കിലും വിളിച്ചു കൊണ്ടുപോയി ഒരു വെന്റിലേറ്ററിലേക്ക് അയാളെ ഒന്ന് കിടത്താൻ മെനക്കെടാതെ അവസാനം ബിസ്മീർ എന്ന് പറയുന്ന ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ അയാളും മരിച്ചു വീഴുന്നത് നമ്മൾ കണ്ടു നിൽക്കേണ്ടി വന്നു. അപ്പോഴും ചോദിക്കുക, എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത് എന്നുള്ളത്? എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത് എന്നുള്ളത്? നീ അതും കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, ഉഷ എന്ന് പറയുന്ന ഒരു ചേച്ചി. ആ ചേച്ചി എന്താ ചെയ്തത്? ചികിത്സ കഴിഞ്ഞിട്ട് ഈ കത്രിക വയറ്റിനകത്ത് വെച്ചിട്ട് അത് തുന്നിക്കൂട്ടി പുറത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് പാവം അതിന് രക്തം വന്നു തുടങ്ങിയിട്ട് പോലും ആ പ്രയാസങ്ങൾ മുഴുവൻ അത് നേരിടേണ്ടി വന്നപ്പോ ചെയ്തു പോയ മഹാപാപം അത് തിരുത്താൻ തയ്യാറായി അവരെ ഏറ്റെടുക്കുന്നതിന് പകരം തള്ളിപ്പറഞ്ഞ് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് 10-60 കൊല്ലും അത് അവിടെ കിടന്നാ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ആ ഡോക്ടറുടെ പ്രസംഗത്തിലും ഡോക്ടറുടെ മറുപടിയിലും നമ്മൾ കേട്ടത്. അത് ഡോക്ടറായിട്ട് ഉണ്ടാക്കിയ ഒരു ആറ്റിറ്റ്യൂഡാണെന്ന് ഞാൻ കരുതുന്നില്ല. സർക്കാർ കാണിച്ചു കൊടുത്ത ആറ്റിറ്റ്യൂഡ് ഡോക്ടർ തുടരുകയായിരുന്നു. മന്ത്രിയുടെ ശരീരഭാഷയായിരുന്നു ഡോക്ടർക്ക് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? എന്നിട്ട് അവിടെയും ആരാ സഹായത്തിനെത്തിയത്? അവിടെയും സഹായത്തിന് കേരളത്തിന്റെ പ്രതിപക്ഷം പ്രിയപ്പെട്ട KC വേണുഗോപാലാണ് ആ ചേച്ചിയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് അവരുടെ ശരീരത്തിൽ നിന്ന് അത് നീക്കം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടന്നത്. ഈ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടോ?